1.42 ബില്യൺസോളം പോപ്പുലേഷനുള്ള നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ആൾക്കാരും സാലറിഡ് എംപ്ലോയീസ് ആണ്. ഈ സാലറിഡ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്താണ് ഈ ബജറ്റ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്, എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ്, GST മുതലായവ. പക്ഷേ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു സാലറിഡ് എംപ്ലോയീസിന് അത് ശരിക്കും ഒരു ബേർഡൻ ആണ്. അതായത് 2014 നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലാക്സ് ആയിരുന്നു. അതായത് 2,50,000 വരെ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 2019 അത് 5 ലക്ഷം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും 2023 ബജറ്റിൽ അത് 7 ലക്ഷം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ബജറ്റിൽ എന്താണെന്ന് വെച്ചാൽ 2023 7 ലക്ഷം വരെയാണ് ഉയർത്തിയതെങ്കിൽ 2025-26 ബജറ്റിൽ 12 ലക്ഷമായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 12 ലക്ഷം സാലറി വാങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനു പുറമെ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ 75,000 നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കിട്ടുന്നതാണ്. അതായത് ഒരു വർഷം 12,75,000 ഇൻകം ഏൺ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ 2025-26 ന്യൂ ടാക്സ് റെജീമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 80,000 രൂപയോളം വരെ നിങ്ങൾക്ക്